നമസ്കാരം. നമ്മുടെ ഇടയിൽ കുട്ടികളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. എസ്പെഷ്യലി നമ്മുടെ വീട്ടിലാണ് കുട്ടി ജനിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടും, നമ്മുടെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഗോൾഡ് ഗിഫ്റ്റായിട്ട് നമ്മൾ കിട്ടുന്നത് എപ്പോഴും കാണാറുണ്ട്. പലപ്പോഴും സാധാരണ നമ്മുടെ മലയാളി കുടുംബത്തിലൊക്കെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 5 പവൻ തൊട്ട് 10 പവൻ വരെ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് അല്ലെങ്കിൽ നമ്മൾ തന്നെ വാങ്ങും. ഇപ്പോൾ ഒരു അരഞ്ഞാണം വാങ്ങിയാൽ മതി, ഒരു മാല വാങ്ങിയാൽ മതി, ഒരു എന്താ പറയുക തള വാങ്ങിയാൽ മതി, കാലിമിടേണ്ട പാദസരങ്ങൾ വാങ്ങിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് അതൊക്കെ ഉപയോഗിക്കണതാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് വേണം. പക്ഷേ ഇപ്പോൾ ചില ആമ്പിള്ളേർക്കൊക്കെ ഈ പറഞ്ഞ എല്ലാ ആഭരണങ്ങളും നമ്മൾ വാങ്ങും. ഒരു പ്രാവശ്യം ചിലപ്പോൾ അത് ഇട്ടിട്ടുണ്ടാവും. എന്താ പറയുക, ഒരു 26-ാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു 90-ാമത്തെ ദിവസം, അതല്ലാണ്ട് അവരിട്ടിട്ട് പോലും ഉണ്ടാവില്ല ഈ പറഞ്ഞ ആഭരണങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ആഭരണം പലപ്പോഴും നമ്മൾ വാങ്ങണത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ആംഗിളിലാണ് പലപ്പോഴും നമ്മൾ വാങ്ങുന്നത്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? ചിലപ്പോൾ അത് ഗോൾഡിൻ്റെ അപ്രീസിയേഷൻ, ഡെഫിനറ്റ്ലി ഗോൾഡിൻ്റെ അപ്രീസിയേഷൻ കിട്ടുന്നതനുസരിച്ചിട്ട് ഇതിലൊരു അപ്രീസിയേഷൻ വന്നോളും. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തിങ്ക് ചെയ്യുന്ന ടൈമിൽ ഇതേമാതിരി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ നല്ല കമ്പനികളുടെ സ്റ്റോക്കിലോ ചെയ്തുകൂടെ? ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്കൊരു 12% ഒരു ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഇക്വിറ്റി മാർക്കറ്റിൽ ഓൺ ആൻ ആവറേജ് ഇപ്പോൾ ഒരു 30 വർഷത്തെ ഒരു ടൈം എടുക്കണമെങ്കിൽ ഒരു സെൻസെക്സിൻ്റെ ഗ്രോത്ത് ഇപ്പോൾ 1979 സെൻസെക്സിൻ്റെ ഒരു ബേസ് പ്രൈസ് തുടങ്ങിയത്. അന്ന് 100 രൂപ ഉള്ളത് ഇപ്പോഴത്തെ ഒരു വിലയിലാണെങ്കിൽ ഒരു 80,000-നടുത്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 15% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ചില ടൈമിലൊക്കെ മാർക്കറ്റ് ഒറ്റയടിക്ക് ഒരു 50% താഴേക്ക് പോയിട്ട് തിരിച്ചു വരാനായിട്ട് 3 വർഷം 6 വർഷമൊക്കെ ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കുട്ടികളുടെ പേരിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇതേമാതിരി 10 വർഷവും അല്ലെങ്കിൽ ഒരു 25 വർഷവും 50 വർഷമൊക്കെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാനുള്ള പീരീഡ് നമുക്കുണ്ട്. കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഗോൾഡ് വാങ്ങി വെക്കുന്നത്. അപ്പോൾ ഒരു പവൻ ഇന്നത്തെ വിലയാണെങ്കിൽ ഏകദേശം ഒരു 7,000 തൊട്ട് 8,000 രൂപ വിലയുണ്ട്. എന്ന് വെച്ചാൽ ഒരു പവന് വരെ ഒരു 10 പവനാണ് നമ്മൾ വാങ്ങണമെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ 6 ലക്ഷം രൂപ നമ്മൾ കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ ഇത്തരം സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 തൊട്ട് 12% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ തന്നെ 25 വർഷം കൊണ്ട് 1 കോടി രൂപയായിട്ട് ഈ 6 ലക്ഷം രൂപ വളരും. കാരണം നമുക്ക് അത്ര ടൈം നമുക്ക് കിട്ടുകയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി അതല്ല 25-ാമത്തെ വർഷം എന്ന് വെച്ചാൽ കുട്ടിക്കൊരു എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ 1 കോടി എന്ന് അപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇനി അതല്ല, ഇനി കുട്ടിക്കൊരു 17-ാമത്തെ വയസ്സിലൊക്കെ ഒരു എഡ്യൂക്കേഷന് ഈ 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തത് വളർന്നിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം അത് 41 ലക്ഷം രൂപയായിട്ടുണ്ടോ 17-ാമത്തെ വയസ്സിൽ. അപ്പോൾ കുട്ടിക്ക് അന്നത്തെ ഒരു എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അന്ന് ഉപയോഗിക്കാം. ഡിഗ്രിക്കൊക്കെ പോകണമെങ്കിൽ ഇന്നത്തെ 10 ലക്ഷം രൂപയൊക്കെ അല്ലെങ്കിൽ ഉള്ള ഒരു എഡ്യൂക്കേഷൻ അന്ന് ചിലപ്പോൾ ഒരു 40-40 ലക്ഷം രൂപ വരും. ആ പൈസ ഉപയോഗിക്കുക. ഇനി അതല്ല, അപ്പോഴൊന്നും പൈസ ആവശ്യമില്ല, ഒരു 50 വയസ്സ് വരെയും കുട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ റിട്ടയർമെൻറ്റ് എന്നുള്ള രീതിയിൽ പേരൻസോ ഗ്രാൻഡ് പേരൻസ് കൊടുത്ത ഗിഫ്റ്റ് ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണെങ്കിൽ തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഏകദേശം ഒരു 17 കോടിയായിട്ടൊക്കെ വളരും. ഞാൻ ഈ 17 കോടി നിന്ന് കണ്ടിട്ട് ഒരാളും വലിയ അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ മാർക്കറ്റിൽ ഇത്രയും നാൾ തന്ന റിട്ടേൺ അതിനേക്കാളും ഒരു കുറച്ച് റിട്ടേൺ, ഒരു 12% 10% എന്നുള്ള റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ബെനിഫിറ്റ് എടുക്കാം. ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ പറഞ്ഞ കണക്കൊക്കെ ഇത്തിരി കൂടിപ്പോയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റേഴ്സൊക്കെ നോക്കാനുണ്ട്. ഗൂഗിളിൽ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബോക്സ് പൈപ്പ് എൻ്റെ അടുത്ത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആപ്പ് ഉണ്ട്. ഇതിൽ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് SIP കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ലംസം കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 6 ലക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള പൈസ ഇട്ടിട്ട് 17 വർഷത്തേക്കും 25 വർഷത്തേക്കും 50 വർഷത്തേക്കൊക്കെ ആയിട്ട് ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ 10% അല്ലെങ്കിൽ 12% എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവർ 15% വെച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് എത്ര എന്നുള്ള കാണിക്കലല്ല ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് പേഷ്യൻ്റായിട്ട് ഇത്രയും വർഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഒരു മീഡിയം ടൈപ്പ് റിസ്ക് കൺസിസ്റ്റൻറ്റ് റിട്ടേൺ തരുന്ന ഫണ്ടാണോ എന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യണതാണ് നമ്മുടെ ഇതിലെ ഏറ്റവും വലിയ കാര്യം. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഞാനീ പറഞ്ഞ 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പലരും ഉണ്ടാവും. ഇനി അതല്ല 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ ചെയ്താൽ തന്നെ
അത്യാവശ്യം നല്ലൊരു ഫണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സുരക്ഷിതമായിട്ട് വയ്ക്കാൻ പറ്റും. കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഗോൾഡിലൊക്കെ ജ്വല്ലറിയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തളയും കാര്യങ്ങളൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ അരഞ്ഞാണവും കാര്യം. എനിക്ക് തള ഞാൻ എപ്പോഴും പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ എൻ്റെ മോള് ജനിച്ച ടൈമിൽ നമ്മൾ വാങ്ങിയിരുന്നു ഈ സാധനം 1-2 പ്രാവശ്യം നമ്മുടെ നിന്ന് പോയിട്ടുണ്ട്. കുട്ടി കളിക്കുന്ന ടൈമിൽ പോണതാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പോയി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് വാങ്ങിയ ഗോൾഡിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായ ഗോൾഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1/2 പവനോളം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും ഗോൾഡ് പീസ് പൊട്ടിപ്പോണതൊക്കെ. അതേ ശരിയാണ്, കുട്ടിക്ക് വേറെ ചെയ്യാനാണെങ്കിൽ നോ ഡൗട്ട് ഗോൾഡ് തന്നെ വേണം. ഇനി അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടി മാറ്റി നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ ഫണ്ടും വ്യത്യസ്തമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാനായിട്ട് പറ്റും. ഇത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ കോൺടാക്ട് ചെയ്യുന്നതിൽ എൻ്റെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.